എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം ചാനലിൻ്റെ പ്രേക്ഷകരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൂയം നക്ഷത്രത്തെപ്പറ്റി ഒന്ന് പഠിക്കാം. അതിനുള്ള 2025 പൂയം നക്ഷത്രത്തിന് വളരെ നല്ലതാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും നമുക്ക് കിട്ടുന്ന ആ നല്ല ഗുണങ്ങൾ മാക്സിമമായിട്ട് നമുക്ക് കിട്ടാനുമായിട്ട് ചില പരിഹാരങ്ങളും ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ ഒരു നക്ഷത്രമാണ്. അത് കടകരാശിയിലാണുള്ളത്, അതായത് ഒരു ജലരാശിയിലാണുള്ളത്. കടകരാശിയുടെ അധിപനാണ് ചന്ദ്രൻ. അപ്പം നമുക്കൊന്ന് നോക്ക്, ഈ മൂന്നിനെ ഒന്ന് കോയിൻസൈഡ് ചെയ്ത് നോക്ക്. ചന്ദ്രൻ ഒരു സൈഡിലുണ്ട്, അധിപനാണ്, ജലരാശിയാണ്, അവിടെ പൂയം നക്ഷത്രമാണ്, പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ചെയ്യുമ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് ഒരു ചെറിയൊരു പെയിൻറ്ററായിട്ട് മാറാം. ഒന്നാലോചിച്ച് നോക്ക്, 3 തരത്തിലുള്ള പെയിൻറ്റുകൾ ഒന്നിക്കുകയാണ് അവിടെ, അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കമ്പൈൻഡ് റിസൾട്ടായിരിക്കും നമുക്കവിടെ സംഭവിക്കുന്നത്. ഇത് പൊതുവേ ഉള്ള കാര്യം, പൊതുവേ പൂയം നക്ഷത്രത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇനിയും ഇതിനെ വന്നിട്ട് എന്തൊക്കെ എഫക്റ്റ് ആകുമെന്നുള്ളത് ഗോചര എഫക്റ്റ് ആകും, പിന്നെ ജന്മാരൂഢ, അതായത് ജനിച്ച സമയത്തുള്ള ആരൂഢ എഫക്റ്റ് ആകും, പിന്നെ ദശാഭുക്തി എഫക്റ്റ് ആകും. ഈ മൂന്നും കൂടെ ചേർന്നിട്ട് ഇതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കുമെന്നോ, എങ്ങനെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ മാറുമെന്നുള്ളത് നമുക്ക് കൂടുതൽ പഠിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഗോചര മാത്രം എടുക്കുക, ഒരു 30% മാത്രം നമുക്ക് എടുക്കുക. ആ 30% എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, അല്ലേ? അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ, നമുക്ക് ആദി കർമാധിപനായ ശനി ഭഗവാൻ പൂയം നക്ഷത്രത്തിന് എങ്ങനെ ആണ് ഈ വർഷം 2025 ഹെൽപ്പ് ചെയ്യുന്നതിന് ശ്രമിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. 2025 ഏകദേശം മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ, അതായത് നമ്മളൊരു ഗ്രഹം നിലയ്ക്കുമ്പം 25-ാം തീയതി മാറുന്ന 26-ാം തീയതി മുതൽ അല്ല എൻ്റെ എഫക്റ്റ്. അതൊരു 10 ദിവസം മുൻപും 10 ദിവസം പിമ്പും നമ്മൾ എടുക്കണം. ഒരു എനർജി ബാൻഡാണ്, ഇതൊക്കെ ഒരു എനർജിയാണ്, അല്ലേ? അപ്പം ആ ശനി ഭഗവാന്റെ ഒരു എനർജി ബാൻഡ് അതിനൊരു 10 ദിവസം മുമ്പേ ആരംഭിക്കും, 10 ദിവസം കഴിഞ്ഞും ഉണ്ടാവും. അതൊരു ട്രാൻസിഷൻ ടൈമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാവൂ അതിന്. ആ ട്രാൻസിഷൻ ടൈമിൽ ശനി ഭഗവാൻ ഇതിലേക്ക് പോകുന്നു, മീനം രാശിയിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കർക്കിടക രാശിയുടെ 9-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ശനി ഭഗവാൻ 9-ലേക്ക് വരുമ്പം ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണത്. തീർച്ചയായിട്ടും കർക്കിടക രാശിക്കാരെ, പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാരെ, നമ്മൾ ശനിയുടെ അധിപനാണ്, പൂയത്തിൻ്റെ അധിപനാണ് ശനി. അദ്ദേഹം വന്നിട്ട് 9-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അപ്പം കർമ്മരംഗത്ത്, ശനി കർമ്മത്തിൻ്റെ അധിപനും കൂടെയാണ്, കർമ്മരംഗത്ത് നല്ല വ്യത്യാസം ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ ജോലിയില്ലാത്തവർക്കൊക്കെ ജോലി കിട്ടും, അഥവാ ജോലിയിലുള്ളവർക്കൊക്കെ പ്രമോഷൻ കിട്ടും. അങ്ങനെ ഒരു സന്തോഷകരമായി ചിന്തിക്കാൻ പറ്റിയ ഒരു സമയമാണ് പൂയം നക്ഷത്രത്തിന് ഉണ്ടാകാൻ പോകുന്നത്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അത് ഉത്തിരട്ടാതി നക്ഷത്രത്തിലാണ്, ആദ്യം പൂരിട്ടാതി നക്ഷത്രത്തിലേക്കാണ് പോകുന്നത്. ഈ പൂരിട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പൂയം നക്ഷത്രത്തിൻ്റെ 18-ാമത്തെ നക്ഷത്രമാണ്. എന്ന് പറഞ്ഞാൽ പരമമൈത്രധാരയിലാണ് ഇതിരിക്കാൻ പോകുന്നത്. ആദ്യത്തെ അതായത് പൂരിട്ടാതിയുടെ അവസാന ഭാഗമാണത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പിന്നെ ഈ 2025 ഏകദേശം ഒരു നവംബർ ഡിസംബർ വരയ്ക്കും എന്ന് നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടല്ല, എന്നാലും നമുക്ക് എടുക്കാം. അപ്പം ആ സമയത്ത് പരമമൈത്രധാരയിലാണ് ആരിയിരിക്കുന്നത്, ശനി ഭഗവാൻ ഇരിക്കാൻ പോകുന്നത്. സോ ശനി ഭഗവാൻ എന്തുകൊണ്ടും പൂയത്തെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നാളിലെ കണ്ടകശനി, ആ കണ്ടകശനിയിൽ പെട്ട് വറുത്തെടുത്ത് ജ്യൂസൊക്കെ എടുത്ത് വെളിയൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പോൾ നന്നായി സൂപ്പറായിട്ട് നമുക്ക് പൂയം നക്ഷത്രത്തിനെ സൂക്ഷിക്കാൻ പോകുമ്പോഴാണ്, സന്തോഷിപ്പിക്കാനായിട്ട് അദ്ദേഹം വരികയാണ്. ഇനി നമുക്ക് ഗുരുവിനെ പറ്റി എടുക്കാം. ഗുരു എന്ന് പറയുന്നത് സാത്വിക ഗ്രഹമാണ്, നമുക്ക് പോസിറ്റീവ് കഴിഞ്ഞ ജന്മത്തിലെ നല്ല കാര്യങ്ങൾ തരാൻ പോകുന്ന ഗ്രഹമാണ്. ഇതൊക്കെ ആയതുകൊണ്ട്
ഗുരു എങ്ങനെയാണ് വർക്കാകാൻ പോകുന്നത്? ഗുരു വന്നിട്ട് നമ്മുടെ, അതായത് കർക്കിടക രാശിയുടെ 12ലേക്ക് വരികയാണ്. പക്ഷേ 12 എന്ന് പറയുമ്പം ഗുരു 12ലേക്ക് വന്നാലും നക്ഷത്ര പഞ്ചാംഗം നോക്കിയാൽ, നക്ഷത്ര അസ്ട്രോളജി എന്ന് പറയില്ലേ, സ്റ്റാർ അസ്ട്രോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതനുസരിച്ച് നോക്കിയാൽ നമ്മൾ ഗുരു വന്നിട്ട് മകയിര നക്ഷത്രത്തിലേക്ക് വരികയാണ്. അതായത് 4ാം പാദത്തിലേക്ക് വരികയാണ്. നാലാം പാദമല്ല, 4ാമത്തെ നക്ഷത്രം. 4ാമത്തെ നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂയത്തിന് 4 വെച്ച് നോക്കുക, ടോട്ടൽ 4 വരും അല്ലേ. അപ്പം ആ 4 എന്താ, ക്ഷേമധാരയാണ്. അപ്പം അതുകൊണ്ടും ഗുരു വന്നിട്ട് പോസിറ്റീവായിട്ടേ വർക്കാവുള്ളൂ. അത് നമുക്ക് എടുക്കാം. പിന്നെ 12ലേക്ക് വരുന്നതുകൊണ്ട് ഗുരു വന്നിട്ട് നിറയെ പൈസ ചിലവാക്കി കളയും. അത് അങ്ങനെയാണ്. അത് പക്ഷേ നല്ല വ്യയമായിരിക്കും, ദുർവ്യയമായിരിക്കത്തില്ല. നിറയെ പൈസ കയ്യിൽ നിന്ന് ചിലവാകും. നല്ല കാര്യങ്ങൾ നടക്കാൻ, മംഗളകാര്യങ്ങൾ നടത്താനായിട്ട് പൈസ ചിലവാകുന്ന സമയമായിരിക്കും ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 2025 മെയ് മാസം, ഏകദേശം മെയ് മാസത്തിലായിരിക്കും ഗുരു മാറുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു 4-5 മാസത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇനി അടുത്തത് നമുക്കൊന്ന് നോക്കാം. രാഹു ഇവിടെ വരാൻ പോകുന്നത്. രാഹു 18ാമത്തെ നക്ഷത്രത്തിലാണ് വരാൻ പോകുന്നത് അല്ലേ. രാഹു 18 എന്ന് പറഞ്ഞാൽ 9, അതും പരമമൈത്രധാരയിലാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പരമമൈത്രധാരയിലേക്കാണ് വരാൻ പോകുന്നത്. എന്നാൽ അത് അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അത് നമ്മൾ മറയുകയാണ്. ഗ്രഹങ്ങൾക്ക് മറയുന്നത് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാലും പറയാണ്, നമ്മുടെ ജാതകത്തിലെ ഏത് ഗ്രഹമാണോ ആ 8ാം ഭാവത്തിൽ നിൽക്കുന്നത്, ആ പ്ലാനറ്റിൻ്റെ സ്വഭാവം രാഹുവിടെ കാണിക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ രാഹുവിൻ്റെ. അപ്പോൾ രാഹുവിനെ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ കേതുവിനെയും കമ്പയർ ചെയ്യുന്നത് അങ്ങനെ തന്നെ വേണം. കേതു ഒരു നിഴൽ ഗ്രഹമാണ്. നമ്മുടെ ജാതകത്തിൽ കേതു എവിടെ നിൽക്കുന്നു അതനുസരിച്ചൊക്കെ ഇരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, പൊതുവെ പോയ നക്ഷത്രത്തിന് 2025 ദ ബെസ്റ്റ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ രാഹു, കേതു, അതുപോലെ ചെറിയ ഗുരുവിൻ്റെ ഒരു 12ാം ഭാവം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പരിഹാരം, അതായത് പൊതുപരിഹാരത്തിലേക്ക് വരികയാണ് ഞാൻ. ആത്മീയ പരിഹാരങ്ങൾ അവരവരുടെ താല്പര്യം അനുസരിച്ച്, ജാതകം അനുസരിച്ചും നമ്മുടെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതായത് നമുക്ക് ഫ്ലവർ മെഡിസിൻ എന്ന് പറഞ്ഞെടുക്കാം. ഫ്ലവർ മെഡിസിൻ ആകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം, എപ്പോൾ വേണേലും ഉപയോഗിക്കാം, എവിടെ വെച്ച് വേണേലും ഉപയോഗിക്കാം. അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. അപ്പോൾ ആ ഫ്ലവർ മെഡിസിൻ നമുക്ക് എടുക്കാം. ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ബൂസ്റ്ററാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആത്മീയ പരിഹാരം ചെയ്തിരിക്കുന്നവർക്ക് ഫ്ലവർ മെഡിസിനും കൂടെ കമ്പൈൻ ചെയ്താൽ വളരെ എഫക്റ്റീവായിരിക്കും. എന്നാൽ ആത്മീയ പരിഹാരം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഫ്ലവർ മെഡിസിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് ആ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരും. നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും കാരണം സുഹൃത്തുക്കളെ. ഗോചരം എന്ന് പറഞ്ഞാൽ മനസ്സിന്, ചന്ദ്രനെ വെച്ചിട്ടാണ് നോക്കുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ആകാത്തതാണോ വരുന്നത്. അപ്പോൾ മനസ്സിനെ, ഗോചരാവസ്ഥയിലുള്ള ഗ്രഹങ്ങളെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഈ ഫ്ലവർ മെഡിസിനെ കൊണ്ട് ഒരു പരിധിവരെ കഴിയും. പിന്നെ നമുക്ക് കാർമിക് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ജാതകം നോക്കി ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ ഫ്ലവർ മെഡിസിനും സുഹൃത്തുക്കളെ, ജസ്റ്റ് പൂയ നക്ഷത്രത്തിന് ഇന്ന മരുന്ന്, ശനിയുടെ മെഡിസിനായിട്ടുള്ള സ്റ്റാർ ഓഫ് ബെത്ലഹേം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കർക്കിടകത്തിൻ്റെ മെഡിസിനായിട്ടുള്ള സ്വീറ്റ് ചെസ്റ്റ്നട്ട് ഉപയോഗിക്കാം എന്നൊന്നും വിചാരിച്ച് അത് മാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കരുതരുത്. കാരണം ഇതൊരു കോമ്പിനേഷനാണ്. ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മുടെ ജന്മാരൂഢത്തിൽ ആ സമയത്തുണ്ടോ, ആ കർക്കിടക രാശിയിലുണ്ടോ, അതുപോലെ തന്നെ 7ാം ഭാവം എപ്പോഴും അതിൻ്റെ പരിഹാരസ്ഥാനമാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് 1ാം ഭാവത്തിൽ, ലഗ്നഭാവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ 7ാം ഭാവമായിട്ടുള്ള ആ 7ാം ഭാവം നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ 1ാം ഭാവത്തിനെ ബലപ്പെടുത്തും. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭർത്താവിനും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭാര്യയും എങ്ങനെ ചെയ്യുന്നത്? കാരണം സമസപ്തമ ഭാവമാണ്. ഈ സമസപ്തമ ഭാവം എന്ന് പറഞ്ഞൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട് ആസ്ട്രോളജിയിൽ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1ാം ഭാവം, ലഗ്നഭാവത്തിൽ എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അത് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം കൊണ്ടോ 7ാം ഭാവാധിപതിയുടെ ശക്തി കൊണ്ടോ നമുക്കത് ബലപ്പെടുത്താൻ പറ്റും. ആ വീക്ക്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് വെറും പൂയ നക്ഷത്രത്തിൻ്റെ മരുന്നായിട്ടുള്ള സ്റ്റാർ ഓഫ് ബെത്ലഹേമും കർക്കിടകത്തിൻ്റെ മരുന്നായിട്ടുള്ള സ്വീറ്റ് ചെസ്റ്റ്നട്ടും മാത്രം ഉപയോഗിച്ച് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് കളയരുത്. അതിന് അതിൻ്റേതായിട്ടുള്ള കോമ്പിനേഷൻസ് ഉപയോഗിക്കണം. നല്ല ഒരു അസ്ട്രോളജറെ കണ്ട്
ബാച്ച് ഫ്ലവർ മെഡിസിനെ പറ്റി നല്ല അറിവുള്ള ഒരു അസ്ട്രോളജറെ കണ്ട് നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അത് അവരെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയ നിങ്ങളുടെ ജാതകം ഹോറോസ്കോപ്പ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് അതെന്താണ് നിങ്ങൾക്ക് തരേണ്ടത്, എങ്ങനെയാണ് ആ കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വിശദമായിട്ടുള്ളൊരു ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കാരണം റിങ് ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല, എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എല്ലാം നമ്മൾ പലരും സിറ്റുവേഷനിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സന്തോഷം, എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളെന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക.